ഹായ് നമസ്കാരം, വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. 2020 വേൾഡ് കപ്പിൽ ബംഗ്ലാദേശിന് കളിക്കാൻ സാധ്യമാകുമോ? ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. നടക്കാനിരിക്കുന്ന IPLൽ കെകെആറിൻ്റെ താരമായിരുന്ന മുസ്തഫിസുർ റഹ്മാനെ റിലീസ് ചെയ്യണമെന്ന് BCCI IPL സംഘാടകർക്ക് നിർദ്ദേശം നൽകുന്നു. മുസ്തഫിസുർ റഹ്മാനെ റിലീസ് ചെയ്യാൻ നിർബന്ധിതരാകുന്നു കൊൽക്കത്ത. അങ്ങനെ അയാളെ റിലീസ് ചെയ്യുന്നു. അവിടുന്നാണ് ഈ ഒരു പ്രശ്നത്തിന് തുടക്കമിടുന്നത് എന്ന് വേണം പറയാൻ. BCCI അങ്ങനെ ഒരു നിർദ്ദേശം കൊൽക്കത്തയ്ക്ക് മുന്നിലേക്ക് വെക്കാൻ കാരണമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ചില ആഭ്യന്തര പ്രശ്നങ്ങളാണ്. എന്നാൽ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ തീർച്ചയായും ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് അതിൽ ഇടപെട്ടു. BCB ICCയുമായി ബന്ധപ്പെട്ട് അവർക്ക് കത്തയച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ വേൾഡ് കപ്പ് കളിക്കാൻ ബംഗ്ലാദേശ് ടീമിന് സാധ്യമാകില്ല, ഞങ്ങൾക്കതിന് കഴിയില്ല എന്ന് ICCയെ രേഖാമൂലം അറിയിക്കുന്നു. അവർ പറയുന്ന കാരണം, ഒരു താരത്തിന് സെക്യൂരിറ്റി നൽകാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു ടീം വന്ന് ഇന്ത്യയിൽ കളിക്കുക? ഞങ്ങൾക്കതിന് സാധ്യമല്ല. ഇനി വേൾഡ് കപ്പ് തുടങ്ങാൻ 29 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് മത്സരം മാറ്റുക എന്നുള്ളത് പ്രായോഗികമല്ല. ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന ഈ 2020 വേൾഡ് കപ്പിൽ ബംഗ്ലാദേശിന് കളിക്കാനുള്ള 4 മത്സരങ്ങൾ ഇന്ത്യയിലാണ്. 3 മത്സരങ്ങൾ കൊൽക്കത്തയിലും 1 മുംബൈയിലും. വേൾഡ് കപ്പ് തുടങ്ങാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ ഈ ഷെഡ്യൂൾ ചേഞ്ച് ചെയ്ത് പുനഃക്രമീകരിക്കുക എന്നുള്ളത് വളരെ പ്രയാസമേറിയതാണ്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിന് ഇന്ത്യയിൽ കളിക്കാൻ സാധ്യമല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ICCക്ക് മുന്നിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്ക് കരുതാനാകുന്നത്. ആ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഇന്ന് മിക്ക ക്രിക്കറ്റ് പോർട്ടലുകളിലും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ബംഗ്ലാദേശ് ഒന്നുകിൽ ഈ വേൾഡ് കപ്പ് ഇന്ത്യയിൽ കളിച്ചിട്ടില്ലെങ്കിൽ അവർ പുറത്താണ്. നിങ്ങൾക്ക് കളിക്കണോ ഇന്ത്യയിൽ വന്ന് കളിക്കുക, ഇല്ലെങ്കിൽ വേൾഡ് കപ്പിൽ നിന്ന് പിന്മാറുക എന്നതാണ് അതിൻ്റെ ഒരു മറുവശം അവിടെയുള്ളത്. പക്ഷേ BCB ഇപ്പോഴും പറയുന്നത് ICCയുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ഔദ്യോഗികമായി വിവരം ലഭിച്ചിട്ടില്ല, തീർച്ചയായും അനുകൂല നിലപാട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഇപ്പോഴും പറയുന്നത്. ഇതെല്ലാം ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ IPLൽ നിന്ന് ഒഴിവാക്കപ്പെട്ട, കൊൽക്കത്തയിൽ നിന്ന് റിലീസ് ചെയ്യപ്പെട്ട മുസ്തഫിസുർ റഹ്മാൻ ഇന്ന് പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ സൈൻ ചെയ്തിരിക്കുന്നു എന്നാണ് അവസാനം വരുന്ന വാർത്ത. എന്തായാലും ബംഗ്ലാദേശ് കളിക്കണമെന്ന് തന്നെയാണ് എല്ലാ ക്രിക്കറ്റ് പ്രേമികളുടെയും ആഗ്രഹം. BCCയും BCBയും അവരവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ICCക്ക് തീരുമാനമെടുക്കൽ വളരെ പ്രയാസകരമാകും എന്നതിൽ ഒരു സംശയവുമില്ല. എന്തായാലും നമുക്ക് ഔദ്യോഗിക തീരുമാനത്തിനായി കാത്തിരിക്കാം. നേരിയ ഒരു സാധ്യത മാത്രമാണ് ബംഗ്ലാദേശ് ഈ വേൾഡ് കപ്പിൽ ഇനി ഉണ്ടാവുക എന്നുള്ളത്. ബംഗ്ലാദേശിന് കളിക്കാൻ സാധ്യമാവട്ടെ എന്നാണ് ഓരോ ക്രിക്കറ്റ് പ്രേമികളും ആഗ്രഹിക്കുന്നത്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തൽക്കാലം നിർത്തുന്നു. വീണ്ടും അടുത്ത ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗുഡ് ബൈ.